നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് ഇൻസ്റ്റാഗ്രാം താരം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ബിനോയിയെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ബിനോയും പെൺകുട്ടിയും 4 വർഷത്തോളം പ്രണയത്തിലായിരുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിരവധി തവണ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയതായി പോലീസ് പറഞ്ഞു. 5ഓളം തവണ പീഡനം നടന്നതായി വഞ്ചിയൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പൂജപ്പുര പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിക്കെതിരെ പോക്സോയ്ക്ക് പുറമെ IPC 312 പ്രകാരം ഗർഭഛിദ്ര വകുപ്പും ചുമത്തി. 2 മാസം മുമ്പ് പെൺകുട്ടി ബിനോയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. ബിനോയ് വഞ്ചിച്ചെന്നാണ് പെൺകുട്ടി മാതാപിതാക്കളോട് പറഞ്ഞത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന്റെ തലേന്ന് അമ്മയ്ക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ വീട് മാറണമെന്നല്ലാതെ മറ്റൊന്നും പറഞ്ഞിരുന്നില്ല. മുറിയിൽ അടച്ചുപൂട്ടിയിരുന്ന പെൺകുട്ടി കോളയും ചോക്ലേറ്റും മാത്രമാണ് കഴിച്ചിരുന്നത്. മുറിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ മരണത്തിൽ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടതുമാണ് പറയുന്നത്. ബിനോയിയോട് സന്തോഷമായി ഇരിക്കാൻ പറയണമെന്നും ഇനി തോൽക്കാൻ വയ്യെന്നും കുറിപ്പിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടി മാനസിക പ്രശ്നങ്ങൾക്ക് 2 മാസമായി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ബിനോയിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ യുവാവിന്റെ ആരാധകർ പെൺകുട്ടിക്ക് നേരെ സാമൂഹിക മാധ്യമങ്ങളുടെ വ്യാപക അധിക്ഷേപം നടത്തിയിരുന്നു. ബിനോയിയുടെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്ന ബന്ധുക്കളുടെ ആരോപണം പോലീസ് പരിശോധിക്കുന്നുണ്ട്. യുവാവുമായി യാതൊരു പ്രശ്നവുമില്ലെന്നും ഇപ്പോഴും സുഹൃത്തുക്കളാണെന്നും വ്യക്തമാക്കി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി. 17 വയസ്സുള്ളപ്പോഴാണ് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെടുത്തു. സംഭവത്തെപ്പറ്റി FIR-ൽ പറയുന്നത് പെൺകുട്ടിയും യുവാവും തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു. പെൺകുട്ടി ഇക്കാര്യം വീട്ടിൽ പറഞ്ഞു. എന്നാൽ ബിനോയുടെ വീട്ടുകാരുമായി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കാനും മാതാപിതാക്കൾ പറഞ്ഞു. 2 മാസം മുമ്പ് പെൺകുട്ടിയും ബിനോയും തമ്മിൽ പിണങ്ങി. ഇതിന്റെ മനോവിഷമത്തിലായിരുന്ന പെൺകുട്ടി 10-ാം തീയതി രാത്രി വീട്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. അനിയൻ കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിൽ ചികിത്സയിലായിരുന്ന കുട്ടി 16-നാണ് മരിച്ചത്. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടതെന്നാണ് സൂചന. പെൺകുട്ടിയെ നിരവധി തവണ പ്രതി ചൂഷണം ചെയ്തതായി തെളിവുകൾ കിട്ടിയതോടെയാണ് സുഹൃത്ത് അറസ്റ്റിലായത്. ചോദ്യം ചെയ്യലിൽ പ്രതി ഇത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന സംശയത്തിലും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നാണ് പെൺകുട്ടിയുടെ പിതാവ് സതീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അറിയാവുന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നും മകൾക്ക് നീതി ലഭിക്കണമെന്നും അച്ഛൻ പറഞ്ഞു. മകളുടെ മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ലെന്നും നെടുമങ്ങാട്ടെ ഇൻഫ്ലുവൻസറുടെ സംശയിക്കുന്നതായും പെൺകുട്ടിയുടെ അച്ഛൻ ആരോപിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 21-കാരൻ അറസ്റ്റിലായത്. സൈബർ ആക്രമണം കാരണം കുട്ടി ജീവനൊടുക്കി എന്ന ആരോപണങ്ങളെ കുടുംബം ആദ്യം മുതൽ തന്നെ തള്ളുകയായിരുന്നു. കുട്ടിക്ക് ഒരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ ആ അടുപ്പം പിരിഞ്ഞതോടെ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയി. അവൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.